വൈകുന്നേരത്തോടടുപ്പിച്ച് വീടിൻ്റെ വരാന്തയിലിരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഔദച്ചാച്ചൻ ഞങ്ങളുടെ വീട്ടിലേക്ക് ഓടിയെത്തിയത്. അദ്ദേഹം ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് ഗ്രാമത്തിൻ്റെ അരികിലെ വനത്തിലേക്കായിരുന്നു പോയിരുന്നത്. ഗ്രാമത്തിൻ്റെ അതിര് പങ്കിട്ട് നിൽക്കുന്ന ആ വലിയ വനത്തിൽ ആരോ അവശനിലയിൽ കിടക്കുന്നു എന്ന് ചുള്ളിക്കമ്പുകൾ പെറുക്കുവാൻ പോയ ഒരാൾ പറഞ്ഞു എന്നാണ് അയാൾ പറഞ്ഞത്. കൃത്യമായി അയാൾ പറഞ്ഞതെന്ന അടയാളപ്രകാരം ഞങ്ങൾ ഗ്രാമത്തിൻ്റെ അതിരിലൂടെ കടന്നു പോകുന്ന ആ വനത്തിലേക്ക് പ്രവേശിച്ചു. ഏറെ ദൂരമല്ലാതെ അങ്ങകലെയായി ഞങ്ങൾക്കൊരു ശരീരം കാണുവാൻ സാധിച്ചു. അവിടെ അവശനിലയിൽ കിടക്കുന്ന ആ ശരീരത്തിൻ്റെ അരികിലേക്ക് ഞങ്ങൾ നടന്നു. കമഴ്ന്നായിരുന്നു ആ ശരീരം അവിടെ കടന്നിരുന്നത്. ജീവൻ്റെ അവശേഷിപ്പുകൾ അതിനകത്തുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം കൈകാലുകൾ പതിയെ ചലിപ്പിക്കുന്നുണ്ടായിരുന്നു. താഴ്ന്ന സ്വരത്തിലുള്ള ഒരു ഞരക്കവും അവിടെ നിന്നും പുറപ്പെടുന്നുണ്ടായിരുന്നു. പതിയെ ഞങ്ങൾ ആ ശരീരത്തിൻ്റെ അരികിലേക്ക് പോയി അയാളെ ഒന്ന് തിരിച്ചു കിടത്തി. അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഞെട്ടിത്തരിച്ച് നിന്നുപോയി. കൃത്യമായി ഇദ്ദേഹത്തെ ഞങ്ങൾ കാണുന്നത് ഏകദേശം 3 വർഷങ്ങൾക്ക് മുന്നേ വനത്തിനുള്ളിൽ വെച്ചാണ്. ആ സംഭവങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ കഥയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. ആരാണെന്ന് ഒരു പക്ഷേ നിങ്ങളിൽ ചിലർക്ക് മനസ്സിലായി കാണും. അതെ, തങ്കവേലു. നമ്മൾ വനത്തിൽ വെച്ച് അന്ന് പരിചയപ്പെട്ട ആനവേട്ടക്കാരൻ തങ്കവേലു. രക്തമൊലിച്ചിറങ്ങുന്ന ശരീരവുമായി അദ്ദേഹം ഗ്രാമത്തിനരികിലുള്ള ഈ വനത്തിൽ കിടക്കുകയാണ്. ചാച്ചനും ഔദയും കൂടി അദ്ദേഹത്തെ തോളിൽ തൂക്കിയെടുത്ത് ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു. അയാൾക്കപ്പോൾ നേരെ ചൊവ്വെ നടക്കുവാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. കാല് തറയിൽ കുത്തുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അയാളുടെ മുട്ടിന് മുകളിലായി ഒരു തിര തറച്ചു കയറിയിരിക്കുന്നു. അതിൽ നിന്നും രക്തം കാലിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. മുറിവാകെ നാശമായി കഴിഞ്ഞിരുന്നു. തലേന്ന് രാത്രിയിൽ തറച്ചു കയറിയ തിര ആ മുറിവിൻ്റെ സ്ഥിതിഗതികൾ ഗുരുതരമാക്കി കഴിഞ്ഞിരുന്നു. ഗ്രാമത്തിലെ ഒരു വൈദ്യൻ്റെ സഹായത്തോടെ അദ്ദേഹത്തിൻ്റെ ശരീരത്ത് തറച്ചു കയറിയിരുന്ന ആ തിര പുറത്തെടുത്തു. പച്ചമരുന്നുകളും മറ്റും വെച്ച് അദ്ദേഹത്തിൻ്റെ മുറിവ് കെട്ടി. അദ്ദേഹത്തിൻ്റെ മുഖത്തും പുറത്തും ശരീരത്തും ഉണ്ടായിരുന്ന മുറിവുകളിലെല്ലാം മരുന്ന് പുരട്ടി. അദ്ദേഹത്തെ അവിടെ അല്പനേരം വിശ്രമിക്കുവാൻ വിട്ടതിന് ശേഷം ഞങ്ങൾ പതിയെ തിരികെ ഗ്രാമത്തിലെ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി. എന്തായിരിക്കാം അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുക? ഔദച്ചാച്ചൻ ചാച്ചനോട് ചോദിച്ചു. ഒരു പിടുത്തവുമില്ല. ഇനി എന്തെങ്കിലും സംഘർഷം വനത്തിനുള്ളിൽ ഉണ്ടായിരിക്കാം. ആരെങ്കിലും ഇദ്ദേഹത്തെ കൊല്ലുവാൻ ഓടിച്ചിരിക്കാം. അദ്ദേഹത്തെ നല്ലപോലെ പരുക്ക് പറ്റിച്ചിരിക്കാം. അയാളെ കൊല്ലുവാൻ വേണ്ടി ഉതിർത്ത വെടിയായിരിക്കാം അദ്ദേഹത്തിൻ്റെ കാലിൽ തറച്ചു കയറിയത്. മരിച്ചുവെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ വിട്ടിട്ട് പോയതായിരിക്കാം അവർ. അങ്ങനെ പല പല കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിച്ചു കൂട്ടി. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മാത്രം അറിയുവാൻ ഞങ്ങൾക്ക് പിറ്റേന്ന് വരെ കാത്തിരിക്കേണ്ടതായി വന്നു. പിറ്റേ ദിവസം തങ്കവേലുവിനെ കാണുവാൻ വേണ്ടി ഞങ്ങൾ പോയി. തലേന്ന് കണ്ട അവസ്ഥയിലായിരുന്നില്ല അപ്പോൾ അയാൾ. പതിയെ എഴുന്നേറ്റിരിക്കുവാനും സംസാരിക്കുവാനുമെല്ലാം അപ്പോൾ അയാൾക്ക് കഴിയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഔദ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ തിരക്കി. എന്താണ് പറ്റിയത്? എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിയത്? നിങ്ങളുടെ കൂട്ടത്തിലെ ബാക്കിയുള്ളവരെല്ലാം എവിടെ? അങ്ങനെ പല പല ചോദ്യങ്ങൾ ഔദ അദ്ദേഹത്തോട് ചോദിച്ചു. സാധാരണഗതിയിൽ നിങ്ങൾ വനമിറങ്ങി ഗ്രാമത്തിലേക്ക് വരാറില്ലല്ലോ, ഇപ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? അങ്ങനെ പല പല ചോദ്യങ്ങളും ഔദ അദ്ദേഹത്തോട് ചോദിച്ചു. ഔദയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. തല കുമ്പിട്ട് അല്പസമയം ഇരിക്കുക മാത്രമായിരുന്നു ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്നും വ്യക്തമായിരുന്നു അയാൾക്കൊന്നും പറയുവാൻ അപ്പോൾ താല്പര്യമുണ്ടായിരുന്നില്ല. അയാളുടെ ശരീരത്ത് കാലയാൾക്ക് നൽകുന്ന വേദന കടിച്ചമർത്തിക്കൊണ്ട് അയാൾ കണ്ണടച്ച് കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നു. അയാൾക്ക് സംസാരിക്കുവാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ അയാളെ അവിടെ ഒറ്റയ്ക്ക് വിട്ടതിന് ശേഷം തിരികെ ഗ്രാമത്തിൻ്റെ തിരക്കേറിയ ചന്തയിലൂടെ ഞങ്ങൾ അങ്ങനെ നടന്നു. വൈകുന്നേരമായപ്പോൾ വീണ്ടും ഞങ്ങൾ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി പോയിരുന്നു. എന്നാൽ അപ്പോൾ ഞങ്ങൾ ഒന്നും അദ്ദേഹത്തോട് ചോദിച്ചിരുന്നില്ല. എന്നാൽ അയാൾ ഞങ്ങൾ രാവിലെ ചോദിച്ചതിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് നൽകി. ഡാർവിഷ് റോബർട്ട് എന്നൊരു പേര് മാത്രമായിരുന്നു അയാൾ ഞങ്ങൾക്ക് നൽകിയത്. ഞങ്ങൾ മുഖാമുഖം നോക്കി. അതാരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പുതുതായി കേൾക്കുന്ന ഒരു പേര് പോലെ അയാൾ വീണ്ടും പറയുവാൻ ആരംഭിച്ചു. അവനാണ് എന്നെ ഈ പരുവത്തിലാക്കിയത്. ഔദ അയാളോട് ചോദിച്ചു, ആരാണ്? ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. ആരാണ് ഈ ഡാർവിഷ് റോബർട്ട്? റോബർട്ട്സ് എന്നാണ് അദ്ദേഹത്തെ ഞങ്ങൾക്കിടയിൽ വിളിക്കുന്നത്. കാട്ടുകൊള്ളക്കാരൻ, തടികടത്തുകാരൻ, ആനവേട്ടക്കാരൻ. അതുകൂടാതെ ഉൾവനങ്ങളിൽ മരുന്ന് കൃഷിയും അവനുണ്ട്. ഞങ്ങളെല്ലാം ആനയും മറ്റും വെടിവെക്കാൻ ഉപയോഗിക്കുന്നത് നാടൻ തോക്കുകളാണെങ്കിൽ അവൻ ഉപയോഗിക്കുന്നത് വിദേശ രാജ്യങ്ങൾ നിർമ്മിച്ച റൈഫിലുകളാണ്. അതിമാരക ശേഷിയുള്ള റൈഫിലുകൾ. പലതവണയും ഞങ്ങളുടെ സംഘവുമായി അവരുടെ സംഘം മുഖാമുഖം വന്നിട്ടുണ്ടെങ്കിലും അന്നൊന്നും സ്ഥിതിഗതികൾ ഇത്രയും രൂക്ഷമായിട്ടില്ല. അതുമാത്രമല്ല, നമ്മൾ കൊന്നു കൊമ്പൂരുന്നത് പോലെയല്ല അവൻ ആനയുടെ കൊമ്പ് ഊരിയെടുക്കുന്നത്. ചത്തുകിടക്കുന്ന ആനയോട് പോലും ഞങ്ങൾ ആദരവ് കാണിക്കാറുണ്ട്. അതിൻ്റെ ശരീരത്തെ വലിയ രീതിയിലൊന്നും വ്രണപ്പെടുത്താറില്ല.
എന്നാൽ അവൻ അങ്ങനെയല്ല. ആനയെ വേട്ടയാടുവാൻ പോകുന്നത് അവൻ ഒറ്റയ്ക്കാണ്. ആനയെ വെടിവെച്ചു കൊല്ലുന്നതും അവൻ ഒറ്റയ്ക്ക് തന്നെയാണ്. അവൻ്റെ വെടിയേറ്റ ആന അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാറില്ല. അതിന് മരണം ഉറപ്പാണ്. അളന്നു കുറിച്ച് ലക്ഷ്യം വയ്ക്കുന്ന വർമ്മങ്ങളിൽ അവൻ അവൻ്റെ തിരകൾ തറച്ചു കയറ്റും. പിടഞ്ഞ് നിലത്ത് വീഴുന്ന ആനയുടെ ജീവൻ പോയി എന്ന് ഉറപ്പ് വരുമ്പോൾ തന്നെ അതിൻ്റെ വായിലേക്ക് വെടിമരുന്നുകൾ നിറച്ച് തീ കത്തിക്കും. ഉഗ്രസ്ഫോടനത്തോടെ അതിൻ്റെ തല പൊട്ടിത്തെറിക്കും. അതിനുശേഷമാണ് അതിൻ്റെ ശരീരത്തു നിന്നും കൊമ്പ് അവൻ ഊരിയെടുക്കുക. പൂർണ്ണമായും തകർന്നു പോകുന്ന ആനയുടെ തലയിൽ നിന്നും ആനക്കൊമ്പ് ഊരിയെടുക്കുവാൻ അവനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡുകൾ മാത്രം മതി. പിന്നെ അവിടെ അവശേഷിക്കുന്ന ആനയുടെ ശരീരം അവിടെ ഉപേക്ഷിച്ച് വനത്തിനുള്ളിലെ അവരുടെ ക്യാമ്പുകളിലേക്ക് മടങ്ങും. ആനയെ ട്രാക്ക് ചെയ്യുവാൻ പോയ ഞങ്ങളുടെ സംഘത്തിലെ 3-4 പേരെ കാണാതായതോടെയാണ് ഞങ്ങൾ അവരെ തിരക്കി ഇറങ്ങിയത്. കൂടുതൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിച്ചത് ഞങ്ങളുടെ ട്രാക്കർമാരെ റോബർട്ട്സണിൻ്റെ ആളുകൾ പിടികൂടുകയും ഒരാളെ അയാളുടെ സംഘത്തിൽ ചേർക്കുകയും ചെയ്തു. കൂട്ടാക്കാത്ത 2 പേരെ അയാൾ ഒരു കരുണയും കൂടാതെ കൊന്നുകളഞ്ഞു. അതിനുശേഷം അവർ കൊന്നുകളഞ്ഞ ശരീരം പോലും വീണ്ടെടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. വനത്തിൽ വെച്ച് അവരുടെ ശരീരത്തിന് മുകളിൽ പഞ്ചസാരയും വെടിമരുന്നും വിതറി ഇന്ധനം ഉപയോഗിച്ച് കത്തിച്ച് കളയുകയായിരുന്നു ചെയ്തത്. ഞങ്ങളുടെ സംഘത്തിൽ നിന്നും അവരുടെ സംഘത്തിലേക്ക് ചേർന്ന ആൾ പറഞ്ഞത് പ്രകാരമാണ് ഞങ്ങൾക്ക് ഇത് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഞങ്ങളും ഒട്ടും മോശക്കാരായിരുന്നില്ലല്ലോ. അങ്ങനെ ആനവേട്ട നിർത്തി മനുഷ്യവേട്ട ഞങ്ങൾ അവിടെ തുടർന്നു. അങ്ങനെ പോരാട്ടങ്ങൾ കടുത്തു. ഇരുവശങ്ങളിലും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഞങ്ങളുടെ ക്യാമ്പിലേക്ക് റോബർട്ട്സിൻ്റെ ആൾക്കാർ ഇരച്ചു കയറി വരികയും റോബർട്ട്സിൻ്റെ നേതൃത്വത്തിൽ ആക്രമണങ്ങൾ നടക്കുകയും ചെയ്തു. തുടരെയായി റൈഫിലുകൾ ശബ്ദിച്ചു. ഞങ്ങളുടെ ക്യാമ്പുകൾ നിന്ന് കത്തി. കാവൽ നിന്നവർ വെടിയേറ്റ് വീണു. നിലവിളികളും വെടിയൊച്ചകളും ആ വനത്തെ പ്രകമ്പനം കൊള്ളിച്ചു. കൂടെയുണ്ടായിരുന്ന എൻ്റെ കൂട്ടാളികളെല്ലാം ചത്തു വീഴുന്നത് ഞാൻ നോക്കി നിന്നു. എൻ്റെ റൈഫിലുകളും മറ്റും ഉപയോഗിച്ച് പ്രതിരോധം തീർക്കുവാൻ ശ്രമിച്ചു. എങ്കിലും വനത്തിൽ മുൻകൂട്ടി ഒളിഞ്ഞിരിക്കുന്ന അവരെ കാണുവാനും നിറയൊഴിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചില്ല. അവസാനം ജീവൻ കയ്യിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് അവിടെ നിന്നും ഞാൻ എങ്ങോട്ടെന്നില്ലാതെ ഓടി. പുറകിലവർ ഞങ്ങളെ പിന്തുടർന്നു വരികയും റോബർട്ട്സൺ ദൂരെ നിന്നും എൻ്റെ കാലിലേക്ക് നിറയൊഴിക്കുകയും ചെയ്തു. തിര കാലിലേക്ക് തറച്ചു കയറിയ ഞാൻ വേദനയാൽ നിലവിളിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിനുള്ളിലേക്ക് ഇഴഞ്ഞ് കയറി ഒളിച്ചു. രാത്രിയുടെ മറവിൽ അവർക്കന്ന് എന്നെ അവിടെ നിന്നും കണ്ടെത്തുവാൻ സാധിച്ചില്ല. പിന്നെ നേരം വെളുക്കുന്നതിന് മുന്നേ അവരുടെ സാന്നിധ്യം അവിടെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവിടെ നിന്നും ഇഴഞ്ഞും ഞൊണ്ടിയുമെല്ലാം ഞാൻ ഈ ഗ്രാമം ലക്ഷ്യമാക്കി ഓടിയെത്തി. വേദന സഹിക്കുവാൻ വയ്യാതെ രക്തം ഒരുപാട് കാലിൽ നിന്നും നഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം ഞാൻ ബോധം കെട്ട് ഈ വനത്തിൻ്റെ അരികിൽ വീണത്. പിന്നെ കണ്ണു തുറന്നപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിരുന്നു. തിര തറച്ചു കയറിയ കാലുകളുമായി എഴുന്നേറ്റ് നടക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ കിടന്ന് മരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ നിങ്ങൾ എൻ്റെ അരികിലേക്ക് വന്നു. എൻ്റെ ജീവൻ ഒട്ടും സുരക്ഷിതമല്ല. റോബർട്ട്സണും സംഘവും ഇപ്പോൾ എന്നെ ആ വനമാകെ അരിച്ചു പെറുക്കുകയായിരിക്കാം. ഒരു പക്ഷേ അവർ ഈ ഗ്രാമത്തിലും ജീവനോടെ തന്നെ നിങ്ങളുടെ എല്ലാം മുന്നിൽ വെച്ച് എന്നെ കൊന്നേക്കാം. ഒരു കാലത്ത് വനത്തെ വിറകൊള്ളിച്ച തങ്കവേലുവിൻ്റെ അവസാന വാക്കുകളായിരുന്നു അത്. ഭയം അയാളെ വല്ലാതെ പിടികൂടിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആനകൾക്ക് മുന്നിൽ പതറാതിരുന്ന അദ്ദേഹം, ആനകളെ ധീരമായി വേട്ടയാടിയിരുന്ന കാട്ടുകൊള്ളക്കാരൻ, ലെവലേശം ഭയമില്ലാതിരുന്നവൻ ഇന്ന് മറ്റൊരാളെ ഭയപ്പെടുന്നു. അയാളെ വേട്ടയാടുവാൻ വരുമെന്ന് പറയുന്നു. മനുഷ്യനെ ഒട്ടും ദ്രോഹിക്കാത്ത വനത്തിൽ അവരുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ മേഞ്ഞു നടന്നിരുന്ന കൊമ്പന്മാരെ ഭയപ്പെടുത്തി വിരട്ടി പായിച്ച് പുറകിൽ നടന്ന് വെടിവെച്ചു കൊല്ലുമ്പോൾ ഇയാൾ അറിഞ്ഞിരുന്നില്ലായിരിക്കാം ഇയാൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന്. ഞങ്ങളുടെ മനസ്സിൽ അപ്പോൾ അത് മാത്രമായിരുന്നു തോന്നിയിരുന്നത്. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് PM വർക്കിയുടെ കുടിയേറ്റം എന്ന കഥയുടെ അവസാന ഭാഗമാണ്. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഞാൻ മുഷിപ്പിക്കുന്നില്ല. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. മാസങ്ങൾ കടന്നുപോയി. അയാളെ തിരക്കി ആരും ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്നില്ല. അയാളും അവരെ തിരക്കി തിരികെ വനത്തിലേക്കും പോയില്ല. അയാൾ ഗ്രാമത്തിൽ തന്നെ ഒതുങ്ങിക്കൂടി. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. വനത്തിലേക്ക് കയറിപ്പോകുന്നവർ, തിരികെ മടങ്ങിയെത്തുന്നവർ, ചുള്ളിക്കമ്പുകളും ഔഷധ സസ്യങ്ങളും കിഴങ്ങുകളും തേനികളും ശേഖരിക്കുവാൻ പോയിട്ട് തിരികെ എത്തുന്നവർ, അവർ പറയാറുണ്ട് വനത്തിൽ നടക്കുന്ന അതിക്രമങ്ങളെപ്പറ്റി.
വർഷങ്ങൾ പഴക്കമുള്ള പല മരങ്ങളും വനത്തിൽ കാണാതാകുന്നത് പതിവാണ്. തേൻകൂടുകൾ തേടിപ്പോകുന്നവർ കണ്ടുവെക്കുന്ന മരങ്ങൾ കാണാതാകുന്നതും പതിവാണ്. മരം കൊള്ള നല്ല രീതിയിൽ തന്നെയാണ് ആ സമയങ്ങളിൽ ആ പ്രദേശത്ത് അരങ്ങേറിക്കൊണ്ടിരുന്നത്. അതുപോലെ ആനവേട്ടയും മറ്റു മൃഗങ്ങളെ വേട്ടയാടുന്നതും. തങ്കവേലു പറഞ്ഞത് തന്നെയാണ് വനത്തിലേക്ക് കയറിപ്പോയവർക്ക് പലർക്കും പറയാനുണ്ടായിരുന്നത്. തല തകർന്നു പോയ അവസ്ഥയിൽ പല കാട്ടാനകളെയും കാണാൻ കഴിഞ്ഞുവെന്ന് അവർ പറഞ്ഞു. അതിദാരുണമായ അവസ്ഥയാണ്, കണ്ടു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെ ഡാറിഷ് റോബർട്ട്സ് എന്ന പുതിയ വനരാജാവ് കാടിനെ അടയ്ക്കുവാണു. ആ കഥകളിൽ നിന്നെല്ലാം വിട്ടുകൊണ്ട് നമുക്കിനി നമ്മുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്താം. ഒരു വർഷങ്ങൾക്കപ്പുറം മറ്റൊരു സംഭവം ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ടായി. ഒരു മോഴയാനയുടെ ആക്രമണമായിരുന്നു അത്. വനമിറങ്ങി നാടിനെ ആക്രമിക്കുവാനെത്തിയ മോഴയാന ഞങ്ങളുടെ നിരവധി കൃഷികൾ അവൻ തച്ചു തകർത്തു. മനുഷ്യരോടുള്ള പക അടങ്ങാത്ത രീതിയിലായിരുന്നു അവൻ്റെ പ്രതികാരം അത്രയും. കൊമ്പനാനയേക്കാൾ അപകടകാരിയാണ് ഒരു മോഴയാനകൾ. വനത്തിൽ വെച്ച് ഒരു മോഴയാനയുടെ പിടിയിൽപ്പെട്ടാൽ മരണം ഭാഗ്യത്തിനപ്പുറമാണ്. നിർഭാഗ്യവാന്മാർ അവൻ്റെ കാലിൻ്റെ ബലത്തിന് അടിമപ്പെടും, അല്ലാത്തവർ ഓടിയകലും. കൊമ്പന്മാരാണെങ്കിൽ ഏതെങ്കിലും മരത്തിലോ ചില്ലകളിലോ എല്ലാം അവൻ്റെ കൊമ്പുകൾ തട്ടുകയും അവൻ്റെ വേഗത കുറയുകയും ചെയ്യും. എന്നാൽ മോഴകൾക്ക് കൊമ്പൊരു ബാധ്യതയല്ലാത്തതിനാൽ അവ പാഞ്ഞെടുക്കും. അവയ്ക്കൊന്നും തടസ്സമായി നിൽക്കുകയില്ല. തൻ്റെ ആനക്കൂട്ടത്തിലെ അവഗണനയും ഒറ്റപ്പെടുത്തലുകളുമെല്ലാം അവനെ തികച്ചും വ്യത്യസ്തനായി കൂട്ടത്തിൽ നിന്നും മാറി ഒറ്റയായി സഞ്ചരിക്കുവാൻ പ്രേരിപ്പിച്ചതായിരിക്കാം. അവനെ കാണുന്നതത്രയും ഒറ്റയ്ക്കാണ്. പല പ്രാവശ്യവും അവനെ ഗ്രാമത്തിൻ്റെ അതിരിൽ കണ്ടിട്ടുണ്ട്. ആ കാലങ്ങളിലൊന്നും അവൻ ഇത്രയും അക്രമകാരിയായിരുന്നില്ല. എന്നാൽ അടുത്തിടെയാണ് അവൻ മനുഷ്യരുടെ നേരെ ക്രൂരതകൾ പ്രവർത്തിക്കുവാൻ തുടങ്ങിയത്. കൃഷിയിടങ്ങൾ അപ്പാടും നശിപ്പിക്കുവാൻ തുടങ്ങിയത്. വനമിറങ്ങിയെത്തുന്ന വന്യജീവികളെ തുരത്തുവാൻ വേണ്ടി കൃഷിയിടത്തിൽ സ്ഥാപിച്ചിരുന്ന മച്ചാലുകൾ അവൻ തകർത്തെറിഞ്ഞു. ഏറുമാടങ്ങൾ കൂപ്പുകുത്തുന്നത് ദൂരെ നിന്നുകൊണ്ട് ഗ്രാമത്തിലെ ആളുകൾ നോക്കിക്കണ്ടു. അവൻ അവിടെ ഇറങ്ങുന്ന സമയത്ത് അവിടെ ഗ്രാമീണരാരും തന്നെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആർക്കും ജീവഹാനി അന്നുണ്ടാകാഞ്ഞത്. എന്നാൽ ആ ഏറുമാടം മണ്ണോട് മണ്ണ് അവൻ ചേർത്തിരുന്നു. ഔദച്ചാച്ചൻ്റെ വാഴത്തോട്ടം അവൻ പൂർണ്ണമായും നശിപ്പിച്ചു. കൃഷികൾ നശിപ്പിക്കുന്നത് പോട്ടെയെന്ന് വെക്കാം, എന്നാൽ ആളുകളുടെ ജീവനും കൂടി അവൻ എടുക്കുവാൻ തുടങ്ങിയാലോ? നേരം പുലർന്ന സമയമാണ് അതവിടെ സംഭവിച്ചത്. കൃഷിയിടത്തിലെ കളകളും മറ്റും പറിച്ചുകൊണ്ടിരുന്ന ഒരു വൃദ്ധനെയാണ് ആന പിടികൂടിയത്. വനത്തിൻ്റെ അരികിലായിരുന്നു അയാളുടെ കൃഷിയിടം സ്ഥിതി ചെയ്തത്. വനവും മലയും വെട്ടിനിരത്തി വർഷങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് അയാൾ കെട്ടിയൊരുക്കിയതായിരുന്നു ആ കൃഷിയിടം. തൻ്റെ കൃഷിയിടത്തിലെ വളർന്ന് പന്തലിച്ച കളകൾ പറിക്കുവാൻ വേണ്ടി നേരം പുലർന്നപ്പോൾ അയാൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി. തണുത്ത ആ പ്രഭാതം അധികം വൈകാതെ ചുട്ടുപഴുത്തു. വനമിറങ്ങിയ ആ മോഴയാന ആദ്യം കടന്നെത്തിയത് അയാളുടെ കൃഷിയിടത്തിലേക്കായിരുന്നു. കളകൾ പറിച്ചുകൊണ്ടിരുന്ന ആ വൃദ്ധനെ തൻ്റെ തുമ്പിക്കൈയിൽ തൂക്കി നിലത്തടിച്ചു. അയാളുടെ ഉച്ചത്തിലുള്ള നിലവിളി അവിടെ ആകെ വിറയൽ കൊള്ളിച്ചിരുന്നു. അയാളുടെ സഹായിയും അല്പദൂരെയല്ലാതെ ആ കൃഷിയിടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. നിലവിളി കേട്ടാണ് അയാൾ അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ അയാൾ കാണുന്നത് തുമ്പിക്കൈയിൽ ആ വൃദ്ധനെ ചുഴറ്റുന്ന ആനയാണ്. ആദ്യം അയാൾ കരുതിയത് അതൊരു പിടിയാനയാണെന്നാണ്. പിന്നീടാണ് അയാൾക്ക് മോഴയാനയാണെന്നുള്ള കാര്യം മനസ്സിലായത്. ഒറ്റ നോട്ടം മാത്രം അയാൾ നോക്കിയുള്ളൂ ആനയെ. പിന്നീട് ശരവേഗം അയാൾ ആ കൃഷിയിടത്തിൽ നിന്നും എവിടേക്കെന്നില്ലാതെ ഗ്രാമത്തിലേക്ക് ഓടി അകലുകയായിരുന്നു. ആന തൻ്റെ കലിയെല്ലാം ആ കൃഷിയിടത്തിൽ കാഴ്ചവെച്ചു. ആ വൃദ്ധൻ്റെ അധ്വാനം മുഴുവൻ അവൻ നശിപ്പിച്ചു. അവൻ്റെ കലി അടങ്ങിയ ശേഷം അവിടെ നിന്നും തിരികെ വനത്തിലേക്കും മടങ്ങി. ആന പോയി എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഞങ്ങളും അവിടുത്തെ ആളുകളുമെല്ലാം അവിടെ കൂടിയെത്തിയത്. വൃദ്ധൻ്റെ ശരീരം അതിദയനീയ അവസ്ഥയിൽ തകർന്നു കിടക്കുന്ന ആ കൃഷിയിടങ്ങൾക്കിടയിൽ ചിതറിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. രക്തമെങ്ങും ചിതറിത്തെറിച്ചിരിക്കുന്നു. നോക്കി നിൽക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥ. എന്താണ് അവിടെ ഉണ്ടായതെന്ന് അയാളുടെ സഹായി വളരെ വിശദമായി തന്നെ ഞങ്ങളോട് പറഞ്ഞു. ഇതിനു മുന്നേയും ഞങ്ങൾ ആ ആനയെ പല പ്രാവശ്യവും ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ വനമേഖലകളിൽ കണ്ടിട്ടുണ്ട്. അന്നൊന്നും മനുഷ്യരെ കാണുമ്പോൾ അവൻ ഇത്രയും അക്രമകാരിയായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയുവാൻ സാധിച്ചില്ല. ഒരുപക്ഷെ കൃഷിയിടത്തിലേക്ക് കയറി വന്ന ആനയെ ആ വൃദ്ധൻ പ്രകോപിച്ചിരിക്കാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രകോപനത്തിൽ കലിയേറിയ ആന അദ്ദേഹത്തെ കൊന്നതാണെന്ന് ഗ്രാമത്തിലുള്ളവർ വിശ്വസിച്ചു. എന്നാൽ അവരുടെ വിശ്വാസത്തിന് വലിയ ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാഴ്ചയ്ക്കപ്പുറം മറ്റൊരു സംഭവം അവിടെ അരങ്ങേറി. എന്നാൽ അതിൽ ആരുടെയും ജീവൻ നഷ്ടപ്പെട്ടിരുന്നില്ല. മുന്നേ നമ്മൾ പറഞ്ഞിരുന്നുവല്ലോ, ഗ്രാമത്തിൽ നിന്നുള്ളവർ ചുള്ളിക്കമ്പുകളും മറ്റും ശേഖരിക്കുവാൻ വേണ്ടി വനത്തിനുള്ളിലേക്ക് പോകുമെന്ന്. അങ്ങനെ പോയ ഒരാൾക്ക് നേരെ ആന ചിഹ്നം വിളിച്ചുകൊണ്ട് കൊലവിളി നടത്തി അലറി വന്നു. മുന്നേ പറഞ്ഞതുപോലെ ഭാഗ്യവും നിർഭാഗ്യവും കൊണ്ട് ഒരാളുടെ ജീവിതം ഏറെ മാറാം. എന്നാൽ ഇവിടെ ഭാഗ്യം കൊണ്ട് അയാളുടെ ജീവിതം മാറി.
തല നാടിരുകൊണ്ട് അയാൾ ആനയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ കഥ പറയുവാൻ അയാൾ അവിടെ അവശേഷിച്ചത്. എന്നത്തെയും പോലെ വനത്തിനുള്ളിലേക്ക് ചുള്ളിക്കമ്പുകൾ പെറുക്കിയെടുക്കുവാൻ പോയതായിരുന്നു അയാൾ. ഗ്രാമത്തിൽ നിന്നും ഏകദേശം കൃത്യമായി പറഞ്ഞാൽ 2 കിലോമീറ്റർ അയാൾ വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ച് കാണണം. അങ്ങനെ സഞ്ചരിച്ച് പോകും വഴിയെല്ലാം മരത്തിൽ നിന്നും ഒടിഞ്ഞു വീണതും കൊഴിഞ്ഞു വീണതുമായ ഉണങ്ങിയ വൃക്ഷത്തിൻ്റെ ക്ഷീരങ്ങൾ അയാൾ ശേഖരിച്ചു. ചിലത് അദ്ദേഹം മരത്തിൽ കയറി ഒടിച്ചെടുത്തു. അങ്ങനെ അയാൾ ശേഖരിച്ച ചുള്ളിക്കമ്പുകളുമെല്ലാം ഒരുമിച്ച് കൂട്ടിക്കെട്ടി തലയിൽ ചുമന്നുകൊണ്ട് ഗ്രാമം ലക്ഷ്യമാക്കി മടങ്ങി വരുന്ന വഴിയാണ് തൻ്റെ പിന്നിൽ തന്നെ പിന്തുടർന്നുകൊണ്ട് ഏതോ ഒരു ജീവി വരുന്ന ശബ്ദം അയാൾ കേട്ടത്. ആനയുടെ ചൂര് അപ്പോൾ അയാൾക്ക് ലഭിച്ചിരുന്നില്ല. കാലടി ശബ്ദത്തിൻ്റെ ഘനവും ഉണങ്ങിയ ഇലകളും മറ്റും ചതഞ്ഞരയുമ്പോഴുണ്ടാകുന്ന ശബ്ദവും അയാൾ നല്ല പോലെ കേട്ടു. അതുകൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടത്. അയാൾ പറഞ്ഞു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഭാഗ്യത്തിന് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. ഞാൻ കണ്ടു ഒരു കാട്ടാന എന്നെ പിന്തുടർന്നുകൊണ്ട് എൻ്റെ പിന്നാലെ വരുന്നത്. എൻ്റെ തലയിൽ ചുമന്നു കൊണ്ടുവന്ന ആ ചുള്ളിക്കമ്പുകൾ ഞാൻ നിലത്തേക്കിട്ടു. അവൻ്റെ മുന്നിൽ നിന്നും ഓടിയകലുവാനുള്ള തയ്യാറെടുപ്പാണെന്ന് ആനയ്ക്ക് മനസ്സിലാക്കി കാണണം. അവൻ്റെ തുമ്പിക്കൈ ഉയർത്തി തലകുലക്കി ഉറക്കെ ചിഹ്നം വിളിച്ചു. അങ്ങനെ ചിഹ്നം വിളിച്ചുകൊണ്ട് അവൻ എൻ്റെ നേരെ ഓടിയെടുത്തു. ഒരു നിമിഷത്തേക്ക് ഞാനൊന്ന് പതറിപ്പോയെങ്കിലും വീട്ടുകാരുടെ ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് കയറി വന്നതുകൊണ്ടായിരിക്കാം അവൻ്റെ മുന്നിൽ നിന്നും ഞാൻ പാഞ്ഞു കുതറി ഓടിയത്. അവൻ്റെ മുന്നിലൂടെ ഏറെ ദൂരം ഓടിയതിന് ശേഷം ഒരു താഴ്ചയിലേക്ക് ഞാൻ എടുത്തു ചാടുകയും വീണ്ടും വളരെ വേഗം ഓടുകയും ചെയ്തു. ഞാൻ കേട്ടിട്ടുണ്ട് താഴ്ചയിലൂടെ ആനകൾ ഇറങ്ങുന്നത് വളരെ പതുക്കെയാണെന്ന്. എന്നാൽ കേട്ടത്തിൽ നേരെ തിരിച്ചുമാണെന്ന്. ഭാഗ്യം എൻ്റെ കൂടെ തന്നെയായിരുന്നു. ആന ആ ഇറക്കമിറങ്ങി എൻ്റെ കൂടെ വന്നില്ല. അവൻ അവിടെ തന്നെ നിന്നു. അവനിൽ നിന്നും അകന്നു പോകുന്ന എന്നെ നോക്കി വീണ്ടും അവൻ ഉച്ചത്തിൽ ചിഹ്നം വിളിച്ചു. അതെ, നമ്മുടെ ഗ്രാമത്തിൽ ആഴ്ചകൾക്ക് മുന്നേ പ്രത്യക്ഷപ്പെട്ട അവൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അതും ഒരു മോഴയാന തന്നെയാണ്. ഇത് പറയുമ്പോൾ അവൻ്റെ ശരീരം ആകെ തണുത്ത് വിറയൽ കൊള്ളുന്നുണ്ടായിരുന്നു. ഭയം അവൻ്റെ കണ്ണുകളിൽ നൃത്തം ചെയ്യുന്നതും കാണുവാൻ സാധിച്ചു. അവൻ പറഞ്ഞ കഥകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെയെല്ലാം ഭയപ്പെടുത്തുവാൻ ഉതകുന്ന ഒന്നായിരുന്നു, പിന്നെ ചിന്തിപ്പിക്കുവാനും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഒരു സ്വരത്തിൽ പറഞ്ഞു, അവനൊരു കൊലയാനയാണെന്നും ഇനിയും അവൻ ഈ ഗ്രാമത്തിലേക്ക് വരുമെന്നും പലരുടെയും ജീവൻ എടുക്കുമെന്നും. പിറ്റേന്ന് തന്നെ അവിടുത്തെ ആളുകൾ പറഞ്ഞത് അച്ചിട്ടായതുപോലെ ഒരു സംഭവം കൂടി അവിടെ നടന്നു. ഷോണും ചാക്കോയും 2 സഹോദരങ്ങളായിരുന്നു. ഏറിയാൽ 10-12 വയസ്സ് പ്രായം കാണും ഇരുവർക്കും. ഗ്രാമത്തിലൂടെ അവരെ എപ്പോൾ കണ്ടാലും അവർ ഒരുമിച്ച് തോളിൽ കൈയിട്ടാണ് നടക്കുന്നത്. അരുമയായ 2 കുട്ടികൾ. അന്ന് കാലത്തെ അവരുടെ വീട്ടിൽ നിന്നും പാല് മേടിക്കുവാൻ വേണ്ടി പോയതായിരുന്നു അവർ ഇരുവരും. അപ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല വലിയൊരു ദുരന്തം അവരെ നേരിടാൻ പോകുകയാണെന്ന്. ചിരിച്ചും കളിച്ചും കഥകൾ പറഞ്ഞും സന്തോഷിച്ചും അവർ ഗ്രാമത്തിൻ്റെ തെരുവുകളിലൂടെ നടന്നു. പാല് മേടിക്കുവാൻ പോകുന്ന ആ വീട് ലക്ഷ്യമാക്കി. അങ്ങനെ അവർ ആ വീട്ടിലെത്തി. അവരുടെ കയ്യിൽ സൂക്ഷിച്ച ചോറ്റുപാത്രത്തിൽ പാല് അളന്നു വാങ്ങിച്ചു. അവരോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവിടെ നിന്നും അയാൾ കൊടുത്ത ഒരു പേരയ്ക്ക അവർ സൂക്ഷിച്ച് കയ്യിൽ മുറുക്കെ പിടിച്ചിരുന്നു. വീട്ടിൽ ചെന്നതിന് ശേഷം വീതം വെച്ചെടുക്കാം എന്ന നിബന്ധനയിൽ. അങ്ങനെ അവർ തിരികെ ഗ്രാമത്തിൻ്റെ വിജനമായ പാതയിലൂടെ നടന്നെടുത്തു. ആ പാത കടന്നു പോകുന്നത് വന അതിർത്തിയോട് ചേർന്ന് തന്നെയാണ്. അവരുടെ വീട് എത്തുവാൻ ഏകദേശം കുറച്ച് കാലടികൾ മാത്രം അകലെ ആ കാട്ടാന അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്തു ചെയ്യണമെന്നറിയാതെ ആ 2 കുട്ടികളും അതിനു മുന്നിൽ പതറി നിന്നു. തൻ്റെ സഹോദരനായ ഷോണിനെ ആന തൻ്റെ തുമ്പിക്കൈയിൽ തൂക്കി നിലത്തേക്ക് ആഞ്ഞടിച്ചു. അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചിരുന്ന തൊമ്മി കൊടുത്തിരുന്ന ആ പഴുത്ത പേരയ്ക്ക ദൂരേക്ക് രക്തത്തിൽ പുരണ്ട് തെറിച്ചുപോയി. ഈ നടുങ്ങുന്ന കാഴ്ച ചാക്കോ കണ്ടു നിന്നു. പിന്നെ നിലവിളിച്ചുകൊണ്ട് അവൻ അടുത്തുണ്ടായിരുന്ന ഒരു വീട്ടിലേക്ക് ഓടിക്കയറി. അവൻ്റെ പിന്നാലെയും ആന വന്നിരുന്നു. എന്നാൽ അധിക ദൂരം ആ കുട്ടിയുടെ പുറകെ ഓടുവാൻ അവന് സാധിച്ചില്ല. പിന്നെ അവിടെ നിന്നും ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ വനത്തിലേക്ക് കയറി മറഞ്ഞു. ഈ ഒരു സംഭവം ഗ്രാമത്തെ ആകെ വിഷമത്തിലേക്ക് ആഴ്ത്തി. അവനെ ഒരു കൊലയാനയായി ചിത്രീകരിച്ചു. ഗ്രാമത്തിൻ്റെയും വനത്തിൻ്റെയും അധികാരികളെ ഇവിടെ നടന്ന ദുരന്തങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ആനയെ കൊല്ലുവാനുള്ള ഉത്തരവ് നേടിയെടുക്കുകയും ചെയ്തു. എന്നാൽ അവനെ കൊല്ലുവാൻ പോകുന്ന വേട്ടക്കാർ ഇവിടേക്ക് എത്തുവാൻ ഇനിയും കാത്തിരിക്കണം അത്രേ. ഏകദേശം 2-3 ആഴ്ചകൾക്കപ്പുറം മാത്രമാണ് ഇവിടേക്ക് അവർ വരികയുള്ളൂ എന്ന് അവർ അറിയിച്ചു. അതുവരെയും ഈ കൊലയാന, ഈ മോഴയാന ഗ്രാമത്തിൽ എത്ര പേരുടെ ജീവൻ എടുക്കുമെന്ന് ആർക്കും അറിയുവാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയമാണ് ഞാൻ തങ്കവേലുവിനെ കാണുവാൻ പോകുന്നത്. അദ്ദേഹത്തോട് ഇവിടെ നടന്ന സംഭവങ്ങൾ 1 വർഷങ്ങൾക്ക് മുന്നേ
വനത്തിൽ നടന്ന ആ സംഭവം അദ്ദേഹത്തിന് ഒരു മുടന്ത് കൊടുത്തിരുന്നു. അതുകൊണ്ട് മുടന്തിയാണ് അയാൾ നടക്കുന്നത്. ഈ കാലുകൊണ്ട് എങ്ങനെയാ നിങ്ങളെ ഞാൻ സഹായിക്കുന്നത്? എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. വനത്തിലേക്ക് പോയിട്ട് എന്തിനേറെ പറയണം, തോക്കൊന്ന് കൈകൊണ്ട് തൊട്ടിട്ട് 1 വർഷത്തിന് മേലെയാകുന്നു. ചാച്ചനും ഞാനും നിർബന്ധിച്ചതുകൊണ്ട് ഞങ്ങളെ സഹായിക്കാമെന്ന് തങ്കവേലു പറഞ്ഞു. ഔദ തൻ്റെ റൈഫിൾ തങ്കവേലുവിന് നൽകി. തങ്കവേലു പറഞ്ഞത് പ്രകാരം ആനയെ ട്രാക്ക് ചെയ്യുവാൻ വേണ്ടി 2 പേരെ നിയോഗിച്ചു. അവർ ആനയുടെ പോക്കുവരവുകളെല്ലാം ട്രാക്ക് ചെയ്തു. ആന പോകുവാനിടയുള്ള ലൊക്കേഷനുകളെല്ലാം അവർ ട്രാക്ക് ചെയ്ത് വ്യക്തമായി നിരീക്ഷിച്ചു. അവനുള്ള സ്ഥലവും പോകുന്ന സ്ഥലവുമെല്ലാം തങ്കവേലുവിനോട് പറഞ്ഞു. തങ്കവേലു അതിനനുസരിച്ച് പദ്ധതികൾ തയ്യാറാക്കി. നേരം പുലരുന്ന സമയത്താണ് അവനെ കൂടുതലായും ഗ്രാമത്തിന് സമീപ പ്രദേശങ്ങളിൽ കാണുന്നതെന്നും ഉച്ചയാകുന്നതുകൂടി അവൻ വനത്തിനുള്ളിലേക്ക് പോകുമെന്നും അവർ പറഞ്ഞു. അവൻ സ്ഥിരമായി വരുന്ന സ്ഥലങ്ങളും സഞ്ചരിക്കുന്ന പാതയുമെല്ലാം വളരെ വ്യക്തമായി തന്നെ തങ്കവേലു മനസ്സിലാക്കി. അതിനുശേഷം വനത്തിലേക്ക് പോകുവാൻ തയ്യാറെടുത്തു. 2 ദിവസങ്ങൾക്ക് വനം കയറുവാൻ തങ്കവേലു തീരുമാനിച്ചു. അയാൾക്കൊപ്പം ഞാനും കൂടെ പോകുവാൻ തീരുമാനിച്ചു. എൻ്റെ തീരുമാനം ഞാൻ ചാച്ചനോടും ഔദയോടും പറഞ്ഞിരുന്നു. അവർ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ പൂർണ്ണമായും എന്നെ എതിർത്തു. എങ്കിലും എൻ്റെ നിർബന്ധത്തിൽ അവസാനം അവർ വഴങ്ങി. ചാച്ചൻ്റെ റൈഫിലും എടുത്തുകൊണ്ട് തങ്കവേലിനോടൊപ്പം ഞാനും വനം കയറി. പിറ്റേന്ന് കാലത്തെ തന്നെ ആന വരാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു. അന്ന് ആ മോഴയാനയെ കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഉച്ചവരെയും ഗ്രാമത്തിന് സമീപത്തുള്ള വനപ്രദേശങ്ങളിലെല്ലാം അലഞ്ഞു നടന്ന് ഞങ്ങൾ ഗ്രാമത്തിലേക്കെത്തി. ഞങ്ങളെ തിരക്കി. ഞങ്ങൾ വരുന്നതും നോക്കി ആ ഗ്രാമം തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ഷീണം അകറ്റുവാൻ വേണ്ടി ഇളനീര് പാനീയങ്ങളും മറ്റും നൽകി അവർ ഞങ്ങളെ സ്വീകരിച്ചു. എന്തായി കാര്യങ്ങളെന്ന് അന്വേഷിച്ചു. അവനെ കാണുവാൻ സാധിച്ചില്ല എന്നും ഇന്നവൻ വന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല എന്നും ഞങ്ങൾ അവരോട് പറഞ്ഞു. പിറ്റേന്നും ഇതുതന്നെ ആവർത്തിച്ചു. നേരം പുലർന്നപ്പോൾ ഞങ്ങൾ ഇരുവരും വനപാതയിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ചു. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 3 മൈലുകളോളം ഗ്രാമത്തെ ചുറ്റും വലം വയ്ക്കുകയായിരുന്നു ഞങ്ങൾ ചെയ്തത്. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ അങ്ങ് ദൂരെ ആനയുടെ ഒരു ചിഹ്നം വിളി കേട്ടു. ഏറെ വൈകാതെ ആ ചിഹ്നം വിളിക്ക് അന്ത്യം കൊടുത്തുകൊണ്ട് ഒരു വെടിമുഴക്കവും. തങ്കവേലു എന്നെ തടഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കുന്ന ആന അതായിരിക്കില്ല. കാരണം ഇത് കാട്ടുകള്ളന്മാർ, ആനവേട്ടക്കാർ വെടിവെച്ചതിൻ്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. ഉറപ്പായും അതൊരു കൊമ്പനായിരിക്കാം. പറഞ്ഞ് തീർക്കുന്നതിന് മുന്നേ തന്നെ വലിയൊരു സ്ഫോടന ശബ്ദം ഞങ്ങൾ കേട്ടു. കാട് വിറയ്ക്കുന്ന രീതിയിലുള്ള ഒരു സ്ഫോടന ശബ്ദം. അയാൾ എടുത്തു പറഞ്ഞു, അതെ, ഇതവരാണ് ടാർവിഷ് റോബോട്ട്സിൻ്റെ ആളുകൾ. ആനയെ പിടികൂടി ആനയുടെ കൊമ്പ് ഊരിയെടുക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ആ ഭാഗത്തേക്ക് പോയിട്ട് കാര്യമില്ല. ഞങ്ങൾ അവിടെ നിന്നും കിഴക്കോട്ട് തിരിഞ്ഞ് വീണ്ടും കുറച്ച് മൈലുകൾ സഞ്ചരിച്ചു. ഞാൻ തങ്കവേലുവിനോട് പറഞ്ഞു, എനിക്ക് ഇവിടെമെല്ലാം ചുറ്റി നടന്നിട്ടാകാം ദിശ തെറ്റുന്നത്. അയാൾ എന്നെ ഒന്ന് നോക്കി. എന്നിട്ട് എന്നോട് ഒരു കാര്യം കൂടി പറഞ്ഞു. വനത്തിലൂടെ നടക്കുമ്പോൾ വനത്തിന് 2 ദിശ മാത്രമേ ഉള്ളൂ. ഒന്ന് സൂര്യൻ ഉദിക്കുന്ന ദിശ, മറ്റേത് സൂര്യൻ അസ്തമിക്കുന്ന ദിശ. അത് പറയുമ്പോൾ അയാളുടെ കണ്ണിൽ പക കാണുവാൻ സാധിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും ശൗര്യവും ദേഷ്യവുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അദ്ദേഹത്തെ ഈ ഗതിയിലാക്കിയ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ഈ വനത്തിൽ തന്നെ ഇപ്പോഴുമുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായാവസ്ഥയിലേക്ക് ഇയാൾ മാറിയിരുന്നു. ഭയപ്പെട്ട് പിന്മാറി ദിശ മാറി സഞ്ചരിച്ചതിൻ്റെ തികട്ടി വരലായിരിക്കാം അയാൾ പറഞ്ഞത്. മുടന്തുള്ള കാലുകൾ കൊണ്ട് വീണ്ടും കുറച്ച് ദൂരം കൂടി സഞ്ചരിച്ചു. അതിനുശേഷം അവിടെ നിന്നും മടങ്ങി വീണ്ടും 2ാമത്തെ ദിവസവും ഞങ്ങൾ ഗ്രാമത്തിലേക്കെത്തി. ഞങ്ങൾ ഗ്രാമത്തിലേക്ക് മടങ്ങി എത്തുന്നതും കാത്ത് 2 ട്രാക്കർമാർ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ പോയി കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് ആനയെ മറ്റൊരു ദിശയിൽ കണ്ടെത്തിയെന്ന് പറയുവാൻ വേണ്ടിയായിരുന്നു അവർ ഉണ്ടായിരുന്നത്. അതെ, അപ്പോൾ ഈ ആന ഈ പ്രദേശം വിട്ട് എങ്ങും പോയിട്ടില്ല. ഒരു പക്ഷേ അവനെ തിരക്കി ആനവേട്ടക്കാർ ഇറങ്ങിയിരിക്കുന്നു എന്ന വാർത്ത അവൻ മണത്തറിഞ്ഞിരിക്കണം. ഒന്ന് തിരിച്ചുകൊണ്ട് തങ്കവേലു പറഞ്ഞു. അങ്ങനെ 2ാമത്തെ ദിവസവും കടന്നുപോയി. അവസാനത്തെ ദിവസം ഒന്നിൽ പഴച്ചാൽ 3 എന്നാണല്ലോ. 3ാമത്തെ ദിവസവും യാതൊരു പ്രതീക്ഷയുമില്ലാതെ ഞങ്ങൾ ഇരുവരും വനം കയറി. ഗ്രാമത്തിൽ നിന്നും അല്പദൂരം മാറിയപ്പോൾ തന്നെ ആനയുടെ കാലടയാളങ്ങൾ, അതായത് പുതുതായി വീണ ആനയുടെ കാലടയാളങ്ങൾ തങ്കവേലു കണ്ടു. അയാൾ എന്നെ തടുത്തു. അയാളൊന്ന് കുത്തിയിരുന്ന ശേഷം ആനയുടെ ട്രാക്ക് വളരെ വിശദമായി തന്നെ പരിശോധിച്ചു. അപ്പോൾ അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതിനുശേഷം അയാൾ പറഞ്ഞു, നമ്മൾ തേടി നടക്കുന്ന ആ മോഴയാനയുടെ കാൽപ്പാട് ഇത് തന്നെയാണ്.
ഞാൻ ചോദിച്ചു, എങ്ങനെ നിങ്ങൾക്ക് കൃത്യമായി ഇത് പറയുവാൻ സാധിക്കും? ഗ്രാമത്തിൻ്റെ അതിർവരമ്പുകളിൽ കണ്ടെത്തിയ കാൽപ്പാടുകൾക്ക് തുല്യമായ വലിപ്പവും ആഴവുമാണ് ഇതിനുമുള്ളത്. അതെ, ഇവൻ തന്നെയായിരിക്കാം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ മോഴയാന. ഞങ്ങൾ ഇരുവരും ചേർന്ന് ആ ട്രാക്കിനെ പിന്തുടർന്നുകൊണ്ട് കുറേ മൈലുകളോളം സഞ്ചരിച്ചു. ഏറെ ദൂരമല്ലാതെ ആനയുടെ പിണ്ടം ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അദ്ദേഹം അവിടെ കിടന്ന ഒരു ചുള്ളിക്കമ്പെടുത്ത് അത് ഇളക്കുകയും കുത്തുകയും ചെയ്തു. അതിനുശേഷം അയാൾ പറഞ്ഞു, ഇത് ഫ്രഷാണ്, ചൂട് ആറിയിട്ടില്ല. അവനിപ്പോൾ നമ്മളിൽ നിന്നും ഒരുപാട് അകലെയല്ലാതെ വനത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അയാൾ നിലത്തു നിന്നും കുറച്ച് മണ്ണ് വാരിയെടുക്കുകയും മുകളിൽ നിന്നും താഴേക്കിടുകയും ചെയ്തു. കാട്ടിൻ്റെ ഗതി നമുക്ക് അനുകൂലമാണ്. അപ്പോൾ നമ്മൾ പോകേണ്ട ദിശയും ഇതുതന്നെയാണ്. വീണ്ടും ആനയുടെ ട്രാക്കുകൾ പിന്തുടർന്ന് അയാൾ മുന്നിലേക്ക് നടന്നു. ആനയിൽ നിന്നും കാറ്റിപ്പോൾ നമ്മൾക്ക് നേരെയാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാന്നിധ്യം ഒരിക്കലും ആനയ്ക്ക് അറിയുവാൻ സാധിക്കുകയില്ല. അയാൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ മനസ്സിൽ കുറിക്കുന്നുണ്ടായിരുന്നു. അയാൾ ചെയ്യുന്ന പ്രവൃത്തിയും അടയാളപ്പെടുത്തുന്ന രീതികളുമെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. ആനയുടെ കാൽപ്പാടുകൾ, ആനയുടെ വിസർജ്യം, മരത്തിലും മറ്റും ഉരച്ചിരിക്കുന്ന പാടുകൾ, ഇവയിൽ നിന്ന് ആനയുടെ ദിശയും ദൂരവും അളക്കാൻ കഴിയുന്ന അസാമാന്യമായ കഴിവ് അയാൾക്കുണ്ട് എന്ന് ഞാൻ ഒരു നിമിഷം കൊണ്ട് മനസ്സിലാക്കി. ഏറെ സമയം വൈകാതെ വനത്തിൽ നിന്നും ആനയുടെ ഒരു ചിഹ്നം വിളി ഉയർന്നു കേട്ടു. കൃത്യമായി പറഞ്ഞാൽ 1/2 മൈൽ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആ ചിഹ്നം വിളിയിൽ നിന്നും അയാൾ മനസ്സിലാക്കി. ഇനിയും ഏറെ കരുതലോടെ വേണം മുന്നിലേക്ക് നടക്കുവാൻ. അവനൊരു കൊലയാന ആനയാണ്. അവനെ തീർച്ചയായും അറിയാം അവനെ വേട്ടയാടുവാൻ വേണ്ടി ഒരു സംഘം ആളുകൾ അവന് പിന്നാലെ എപ്പോഴും വരുമെന്ന്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആനകൾ മുൻകരുതലുകൾ എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. ഇനിയും ഓരോ നിമിഷവും കാട്ടിൻ്റെ ദിശ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അയാൾ വീണ്ടും വീണ്ടും കാട്ടിൻ്റെ ദിശ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നിലേക്ക് നടന്നു. ഏറെ വൈകാതെ ആ മോഴയാനയെ ഞങ്ങൾ കണ്ടെത്തി. ഞങ്ങളിൽ നിന്നും വളരെ ദൂരെ അല്ലാതെ അവൻ വനത്തിലൂടെ മുന്നിലേക്ക് നടന്ന് നീങ്ങുകയാണ്. അവന് പുറകെ ഞങ്ങൾ വെച്ചു പിടിച്ചു. തങ്കവേലു പറഞ്ഞു, ഒരുപാട് ദൂരം ഇവൻ്റെ പിന്നിലെ നടക്കുവാൻ എനിക്ക് കഴിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ആനയുടെ ശ്രദ്ധ നമുക്ക് നേരെ തിരിക്കാം. നീ ഒരു കാര്യം ചെയ്യും, അവിടെ കിടക്കുന്ന ഒരു കമ്പെടുത്ത് ആ വിറകെടുത്ത് അവിടെ നേരെ വലിച്ചെറി. അതവൻ്റെ ശരീരത്തിൽ കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും ശബ്ദം കേട്ട് ഉറപ്പായും അവൻ തിരിഞ്ഞു നോക്കും. അയാൾ പറഞ്ഞത് പ്രകാരം എൻ്റെ മുന്നിൽ അങ്ങ് ദൂരെയായി കടന്നിരുന്ന ഉണങ്ങിയ വൃക്ഷത്തിൻ്റെ ശിഖരം ഞാൻ ചവിട്ടി ഒടിക്കുകയും അതിൽ നിന്ന് ഭാരമേറിയ ആ തടിക്കഷ്ണം എടുത്ത് ഞാൻ വലിച്ചെറിയുകയും ചെയ്തു. തൊട്ടില്ല എന്ന മട്ടിൽ അത് വന്ന് വീണത് ആനയുടെ കാലിൻ്റെ സമീപത്തായിരുന്നു. പെട്ടെന്ന് ആനയൊന്ന് നിന്നു. വനമാകെ നിശ്ചലമായതുപോലെ എനിക്ക് തോന്നി. കാറ്റ് വീശുന്നില്ല, ഇലകളുടെ ശബ്ദം കേൾക്കുന്നില്ല. പൂർണ്ണമായും നിശ്ചലാവസ്ഥയിലായ പോലെ ആന തൻ്റെ ചെവി ആട്ടിക്കൊണ്ടിരുന്നു. പിന്നെ വളരെ വേഗം ഞങ്ങൾക്ക് നേരെ അവൻ തിരിഞ്ഞു. എൻ്റെ കാല് തൊട്ട് ഉച്ചി വരെ ഒരു നിമിഷത്തേക്ക് പെരുത്തുപോയി. എന്നാൽ തങ്കവേലുവിന് ചലനമുണ്ടായിരുന്നില്ല. അദ്ദേഹം റൈഫിലിൻ്റെ സേഫ്റ്റി ക്യാപ്പ് റിമൂവ് ചെയ്യുകയും മുട്ടിൽ കുത്തി നിൽക്കുകയും തോളിലേക്ക് തോക്കെടുത്ത് വയ്ക്കുകയും ചെയ്തു. ആന അയാൾക്ക് നേരെ ചിഹ്നം വിളിച്ചുകൊണ്ട് അലറിയടക്കുന്നു, പാഞ്ഞു വരുന്നു. നമ്മൾ 10 അടി വയ്ക്കുന്നത് അവൻ്റെ ഒരടിയിൽ കഴിഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നി. അത്രയും വേഗത്തിലാണ് അവൻ ചാർജ് ചെയ്തു വരുന്നത്. അവൻ്റെ ഓരോ അടിയിലും കാട് പ്രകമ്പനം കൊള്ളുന്നത് പോലെ എനിക്ക് തോന്നി. ഇനിയും ഏത് നിമിഷവും എന്തും സംഭവിക്കാം. എൻ്റെ ആദ്യ ആനവേട്ടയുടെ പാഠങ്ങൾ പഠിച്ചത് ഇദ്ദേഹത്തിൽ നിന്നുമാണ്. ശ്വാസം എടുക്കുവാൻ പോലും ഞാൻ മറന്നുപോയി. കണ്ണ് ചിമ്മുവാൻ പോലും കഴിയാത്ത അവസ്ഥ. നിമിഷങ്ങൾ മാത്രം വ്യത്യാസത്തിൽ തങ്കവേലുവിൻ്റെ റൈഫിളിൽ നിന്നും ആ വെടിവെച്ച് ഞാൻ കേട്ടു. കാട് ഒന്ന് ഞെട്ടി വിറച്ചു. കുടിലിൻ്റെ അറ്റത്തു നിന്നും തീപ്പൊരികൾ പാറി. ആന ഉച്ചത്തിൽ നിലവിളിച്ചു. മുൻകാലുകൾ കുത്തി അവൻ നിലത്തേക്ക് പതിച്ചു. കൃത്യമായി അളന്നു കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഷോട്ട്. 3 വർഷങ്ങൾക്ക് മുന്നേ വനത്തിൽ വെച്ച് കേട്ട ആ കാര്യങ്ങൾ വീണ്ടും എൻ്റെ ചെവിയിൽ ആരോ ഒന്ന് പറയുന്നത് പോലെ തോന്നി. അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ പറഞ്ഞത് തങ്കവേലുവിൻ്റെ കയ്യിൽ നിന്നും ആനയ്ക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. കൃത്യമായ ഷോട്ട്. അവനത് തലച്ചോറിലേക്ക് പായിക്കും. ആനയുടെ അനക്കം പൂർണ്ണമായും അവസാനിച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹം തോക്കിൻ്റെ പിടി താഴെ കുത്തി എഴുന്നേറ്റു. ആനയുടെ അരികിലേക്ക് ഞൊണ്ടി അടുത്തു. അതിനെ ഒന്ന് നോക്കി. 1 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഒരാനയെ വേട്ടയാടുവാൻ വേണ്ടി. മനുഷ്യനെ കാലുകുരിക്കടിച്ച നിന്നെ വേട്ടയാടിയതിൽ ഞാനിപ്പോൾ സന്തോഷം കൊള്ളുന്നു. പണ്ട് കൊമ്പിൻ്റെ വലിപ്പം കാണുമ്പോഴായിരുന്നു ആഹ്ലാദം കടന്നു വരുന്നത്. എന്നാൽ ഇപ്പോൾ അറിയാതെ തന്നെ സന്തോഷം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അയാൾ എന്നോട് പറഞ്ഞു. ഞങ്ങൾ ഇരുവരും ആനയെ ഒന്ന് പരിശോധിച്ചു.
ആനയുടെ പിൻകാലിൽ മുകളിലായി ഒരു വശത്തായി ഒരു തിര തറച്ചു കീറിയതിൻ്റെ പാട് കാണുവാൻ സാധിച്ചു. അതിപ്പോൾ ഒരു വ്രണമായി മാറിയിരിക്കുന്നു. ഒരു പക്ഷേ വനത്തിലെ വേട്ടക്കാർ സമ്മാനിച്ചതായിരിക്കാം ഈ മുറിവ് അവനെ. നടക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ വേദനയിലായിരിക്കാം അവൻ ക്രുദ്ധനായി തീർന്നത്, അയാൾ പറഞ്ഞു. ഏതെങ്കിലും ആനക്കൂട്ടത്തിനിടയിൽ നടന്നുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ആനക്കൂട്ടത്തെ ഭയപ്പെടുത്തുവാൻ വേണ്ടി ഒരു പക്ഷേ അവർ ഇവനെ നിറയൊഴിച്ചതായിരിക്കാം. മരണപ്പെടാത്ത വേദന സമ്മാനിക്കുന്ന ഏതോ ഒരു വേട്ടക്കാരൻ്റെ തൂക്കിൽ നിന്ന് മുതിർത്ത തിര. അതാണ് നിങ്ങളുടെ ഗ്രാമത്തിൽ ഇപ്പോൾ നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത്, അയാൾ പറഞ്ഞു. എന്നത്തെയും പോലെ ആയിരുന്നില്ല. ഇന്ന് സമയം ഏറെ വൈകിയിരുന്നു. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായപ്പോഴേക്കുമാണ് ഞങ്ങൾ ഗ്രാമത്തിൽ എത്തിച്ചേർന്നത്. ഗ്രാമത്തിലെത്തിച്ചേർന്നപ്പോൾ ആളുകൾ ഞങ്ങൾക്കരികിലേക്ക് ഓടിയെടുത്തു. പലരും വിഷമിച്ചിരുന്നു. ചാച്ചനും ഔദയും എൻ്റെ അരികിലേക്ക് ഓടിയെത്തി. എന്താണ് നിങ്ങൾ ഇത്രയും താമസിച്ചതെന്ന് അയാൾ ചോദിച്ചു. അവിടെ ഉണ്ടായ കാര്യങ്ങൾ ഞങ്ങൾ അവരോട് പറഞ്ഞു. ആനയെ കൊന്നു എന്നും ഇനിയും സമാധാനത്തോടെ ഗ്രാമത്തിൽ ജീവിക്കാമെന്നും പറഞ്ഞു. അതോടെ അവരുടെ മനസ്സിൽ സന്തോഷം ഒന്നുകൂടി പൂവണിഞ്ഞു. തങ്കവേലു തൻ്റെ റൈഫിൾ ഔദചാച്ചൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. പിന്നെ തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങി. എൻ്റെ ആദ്യത്തെ ആനവേട്ടയുടെ പാഠങ്ങൾ അവിടെ നിന്നുമായിരുന്നു തുടങ്ങിയത്. തങ്കവേലുവിൻ്റെ കയ്യിൽ നിന്നുമാണ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തത്. മനുഷ്യന് വിനാശകാരിയായിത്തീരുന്ന ആനകളെ മാത്രമേ ഞാൻ ഇതുവരെയും നിറയൊഴിച്ചിട്ടുള്ളൂ. അതിൻ്റെ പാഠങ്ങൾ അത്രയും പറഞ്ഞു തന്നത് തങ്കവേലുവായിരുന്നു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും ഒന്ന് അറിയിക്കുക. ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.